തേങ്ങ ഇടുന്ന ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഞാൻ ഒരു ചെറിയ കുടുംബത്തിലെ ചെറിയൊരു ബ്ലോഗ് ആണ്. അപ്പൊ തേങ്ങ ഇടുവാൻ എന്നെക്കാട്ടി എക്സ്പേർട്ട് ഇവളാണ് കേട്ടോ. അപ്പൊ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് എനേബിൾ ചെയ്യുക, ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങൾക്ക് മുമ്പോട്ട് വരാൻ ഇനിയും പറ്റത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ അടുക്കളയിലാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. എന്റെ ഉമ്മയുടെ ഫേവറേറ്റ് ഐറ്റം അരി വറുത്ത് പൊടിച്ചമ്മ അല്ലെങ്കിൽ അവലേസ് പൊടി എന്നൊരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഉമ്മ അപ്പൊ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? അപ്പൊ ഉമ്മയും ഞാനുമാണ് ഞാൻ ഇന്നത്തെ പാട്ട്. അപ്പൊ നമ്മൾ കുറച്ച് റേഷൻ അരി എടുത്തിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് വറുത്ത് പൊടിച്ചെന്നെടുക്കാം. ഉമ്മി വറുക്കാൻ തുടങ്ങിക്കോ. അപ്പൊ ഗൈസ് ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഗൈസ് ഇതാണ് എന്റെ ഉമ്മിച്ചാവ, ഉമ്മയുടെ ഉമ്മ. അപ്പൊ മൂത്തുമ്മാടെ വീട്ടിലായിരുന്നു, ഞങ്ങളൊക്കെ കാണാനായിട്ട് ഇന്ന് വന്നതാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അങ്ങൂടിയാണ് നമ്മള് ഉമ്മിച്ചാവ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോയിലേക്ക് വരാൻ പോകുന്നത്. ഉമ്മി വറുത്ത് തീരാറായോ? കുറച്ചായി റെഡിയായി വരുന്നു മോളെ. ഗൈസ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ കൊച്ചടുക്കള. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് ഉമ്മാർത്ത് ബാക്കി വെച്ചു. ഉമ്മിച്ചി അപ്പൊ ഇതിന്റെ പരുവ് എങ്ങനെയാണ്? നല്ല ബ്രൗൺ കളർ ആവണം ഇത് വറുത്ത്, എന്നാലേ നമ്മളെ കറക്റ്റ് പരുവാവത്തോളൂ. ഉമ്മിച്ചി എത്ര സമയം എടുക്കും നമ്മൾ ഇതൊന്ന് വറുത്ത് തീരാൻ വേണ്ടി? 20 മിനിറ്റ് എടുക്കും. നല്ലപോലെ വറുത്ത് മൂത്ത് വരണ്ടായിരുന്നു, എന്നാലും അതിന്റെ ടേസ്റ്റ് എടുത്തോളല്ലേ. ഉമ്മച്ചി എന്താണ് ഇതിന്റെ ഫസ്റ്റ് പ്രോസസ്? അരി കഴുകി നല്ലപോലെ വെള്ളം പോകാൻ ഊറ്റി വെക്കും ഇതിനകത്ത്. നല്ല വെള്ളത്തോട് തട്ടുമ്പോ ഒരുമാതിരി ഇരിക്കും. നമ്മൾ വെള്ളം അരിപ്പോട്ടേക്കകത്ത് വെച്ച് ഊറ്റി എടുത്തിട്ടാണ് നമ്മൾ വറുക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പ്രോസസ്. കംപ്ലീറ്റ് വെള്ളം മൊത്തം വിട്ടുപോയതിനു ശേഷം ഇത് വറുക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ കുറെ വീഡിയോയിലൂടെ ഉമ്മയെ കാണില്ല, ഉമ്മിച്ചി കുറെ വീഡിയോയിൽ ഇല്ലായിരുന്നു. അപ്പൊ വീണ്ടും എന്റെ ഉമ്മിച്ചി ആക്റ്റീവായിട്ട് വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഉമ്മി ഇനി തുടർന്നുള്ള വീഡിയോയിൽ ഉമ്മിച്ചി കാണുമോ? ഞങ്ങളുടെ കാണും. അരി ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് 5 മിനിറ്റ് കൂടെ ഒന്ന് വറുക്കണം, എന്നാലേ കറക്റ്റ് പരുവായിട്ട് വരത്തോളൂ. അപ്പൊ തേങ്ങ ഇടുന്ന ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഞാൻ ഒരു ചെറിയ കുടുംബത്തിലെ ചെറിയൊരു ബ്ലോഗ് ആണ്. അപ്പൊ തേങ്ങ ഇടുവാൻ എന്നെക്കാട്ടി എക്സ്പേർട്ട് ഇവളാണ് കേട്ടോ. അപ്പൊ അരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാനാണ്. അപ്പൊ നമ്മൾ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇനി നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അപ്പൊ പഞ്ചസാര ഓർ ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. എന്റെ ഫേവറേറ്റ് പഞ്ചസാരയാണ്. അപ്പൊ ഇതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ അടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഏലക്കല്ല ഇടുന്നത്, അതിന്റെ കുരുവാണ്. അങ്ങനെ നമ്മുടെ അവലേസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് അരിപ്പൊടി കൊണ്ട് ചെയ്യാം, പിന്നെ അരി കൊണ്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് സ്നാക്സിനൊക്കെ പകരം നമ്മൾ വൈകിട്ട് വരുമ്പോ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ പെട്ടെന്ന് രുചിയേറെ കഴിക്കാൻ പറ്റിയ, പെട്ടെന്ന് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. അങ്ങനെ അവലേസ് പൊടി ഇവിടെ റെഡി ആയിട്ടുള്ള നല്ല രുചികരമായി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതുപോലെ കിടക്കാച്ചി തകർപ്പൻ